ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ രണ്ടാം ദിനത്തെ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ തൂക്കിയ സിനിമ രണ്ടാം ദിനം അതിന് മുകളിലേക്കുള്ള കളക്ഷൻ തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലായിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും. നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് ആ രണ്ടാം ദിനത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ 7:30 വരെയുള്ളത് നോക്കാം. 1611 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 2,39,615 ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. 52.4% ഓക്യുപ്പൻസി. 422 ഫാസ്റ്റ് ഫിൽ ഷോകളും ഏകദേശം 200 മുകളിലുള്ള ഓൾമോസ്റ്റ് ഫുൾ ഷോകളുമൊക്കെയാണ് സിനിമയ്ക്കുള്ളത്. 3,92,20,000 രൂപയോളമാണ് സിനിമയ്ക്ക് 7:30 വരെ രാത്രിയിൽ നേടിയിരിക്കുന്നത്. അതായത് മികച്ച രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെ സിനിമയ്ക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ക്ഡ് കളക്ഷൻസ് പ്രകാരം വന്നത് 4,41,30,000 രൂപയായിരുന്നു. അതായത് 4,93,00,000 രൂപയാണ് ഫൈനലായി വന്നത്. അതായത് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു 5.5 കോടിക്ക് മുകളിൽ. ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ അത്രയും പ്രതീക്ഷയാണെങ്കിലും പിന്നീട് ആ ഒരു അനക്കം കണ്ടില്ല. പക്ഷേ ഇന്ന് തിയേറ്ററുകൾ കൂടുന്ന കണ്ടു. 350 മുകളിലുള്ള തിയേറ്ററുകൾ ആഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെട്ടു. എന്തായാലും സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ പോകുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് 5.5 കോടി വരെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്ന് ഒരു 18 കോടി തൊട്ട് 20 കോടി വരെ നേടാനുള്ള ചാൻസുകളും ഏറെയാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയാണ്. ഓവർസീസിൽ 700 മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞു. അതായത് GCCയിൽ, അതായത് UAEയിൽ മാത്രമായിട്ട്. ഇനിയും ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷയിലും മുകളിലുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 13-14 കോടി എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ 15,66,00,000 രൂപയാണ് എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് കളക്ഷൻ വന്നിരിക്കുന്നത്. അത് എല്ലാ ട്രാക്കേഴ്സും അംഗീകരിച്ചു. സാധാരണ അങ്ങനെ പറയുമ്പോൾ അതിനകത്തിൽ 10%, 20% കൂടിയെന്ന് പറയുന്ന ട്രാക്കേഴ്സ് അവർ പറഞ്ഞതിനേക്കാൾ കൂടുതലാണെങ്കിൽ പോലും അത് സമ്മതിച്ചെടുക്കുന്നു. ഇവിടെ കേരളത്തിൽ നിന്ന് 4,93,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി രൂപ, ഓവർസീസിൽ നിന്ന്, അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രം $940,000 സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. നോർത്ത് അമേരിക്കയിൽ നിന്ന് $55,000, UK എയർലൈനിൽ നിന്ന് $56,000, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിൽ നിന്ന് സിനിമയ്ക്ക് $17,000 നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഓവർസീസിൽ നിന്ന് $1.078 മില്യൺ, അതായത് 9.74 കോടി നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വേൾഡ് വൈഡായിട്ട് 15,66,00,000 രൂപയാണ് സിനിമയ്ക്ക് ആദ്യ ദിനം നേടിയത്. അപ്പോൾ 2 ദിവസം കൊണ്ട് സിനിമ 33-34 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണേലും 30 കോടിക്ക് താഴേക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 3-ാം ദിവസം കൊണ്ട് 50 കോടി നേടുകയാണ്. മമ്മൂട്ടിയുടെ വളരെ ഫാസ്റ്റായിട്ട് നേടുന്ന 50 കോടി ചിത്രമായി മാറുന്നു. നമുക്കറിയാം ഈ ഒരു സിനിമയുടെ ജോണർ സാധാരണ ഒരു ഫാമിലി പ്രേക്ഷകനെ അട്രാക്ട് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ നമുക്ക് പല സിനിമകളും കാണുമ്പോൾ ഫാമിലി അങ്ങനെയുള്ള മെലോ ഡ്രാമയ്ക്ക് ഭയങ്കര കൊടുക്കുമെങ്കിൽ ഇതൊരു നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പ്രത്യേകിച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ആ രീതിയിലാണെങ്കിൽ പോലും സാധാരണ ലഭിക്കുന്ന ഏത് സിനിമയേക്കാൾ കൂടുതലാണ് സിനിമയുടെ കളക്ഷൻ നേടുന്നത്. അത് പ്രേക്ഷകൻ മമ്മൂട്ടിക്ക് നൽകുന്ന ആ ഒരു അഭിമാന മുഹൂർത്തം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന ആ ഒരു വിലയെന്ന് തന്നെ പറയാം. കാരണം ഇത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഒരുത്തനും പിറന്നിട്ടില്ല. മമ്മൂട്ടിക്ക് തന്നെ 50 വർഷം എടുക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നുള്ളതും മറക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് സിനിമ കുതിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.